ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായോ? ഗോപിയാണ്. ഗോപി 65 ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണോ ഗോപി 65 ഉണ്ടാക്കുന്നത് ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഗോപിയെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴുകണേ. അപ്പോഴേ അതിനിടയ്ക്കുള്ള അഴുക്കും അങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അതിനകത്ത് ചേർക്കേണ്ട പൊടികളാണ് ഗരം മസാല, ചാട്ട് മസാല, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട ഐറ്റംസ് ശ്രദ്ധിച്ചോണേ. പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണം ഇതെല്ലാം ചേർക്കാൻ. ഇപ്പോൾ ഇത് ഒരുപാട് ചേർക്കുന്ന ഒരുപാട് ഗോപി 65 ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്ന അനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഈ ചേർക്കുന്ന ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാലയാണ്. പിന്നെ 65 മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ചേർത്തത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കോൺഫ്ലവർ പൊടി എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് ഞാൻ ചേർത്തത് മൈദാമാവിൻ്റെ പൊടിയാണ്. മൈദാമാവിൻ്റെ പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് മുട്ടയും പൊട്ടിച്ച് ചേർക്കാമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലത്തെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ഹീറ്റായി കിടക്കുന്നത് എന്താണെന്നറിയോ? ഇതിനകത്ത് ഞങ്ങളിപ്പോൾ മഷ്റൂം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഗോപിയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളായിരുന്നു. അത് കാരണം എണ്ണ നന്നായിട്ട് ഹീറ്റായി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്നൊരു 5 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുമല്ലോ. അപ്പോൾ നമ്മുടെ ഗോപി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ എൻ്റെ ഗോപി 65 നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.